ഹായ് എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് ഒരു വലിയ സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ മഹാരാഷ്ട്രയുടെ ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. ഇതിനു മുന്നേ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, ക്യാരറ്റ് ഹൽവയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. പല രീതിയിൽ ക്യാരറ്റ് ഹൽവ ചെയ്യും, അതിൽ ഒരു മെത്തേഡാണിത്. അപ്പോൾ ഇവിടെയുള്ള ഒരു ആൻറ്റി തന്നെയാണ് എനിക്കിതും പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്യുടെ അളവ് ഇതിനകത്ത് നമുക്ക് കുറവ് യൂസ് ചെയ്യേണ്ടവർക്ക് കുറവ് യൂസ് ചെയ്യാം. പക്ഷേ നെയ്യ് നല്ലോണം ഒഴിക്കുമ്പോഴാണ് ക്യാരറ്റ് ഹൽവ നല്ല ടേസ്റ്റായിട്ട് വരിക കേട്ടോ. ഇതിനകത്തേക്ക് ഞാൻ 1/2 കിലോ നമ്മുടെ ഒരു പിങ്കിഷ് കളറുള്ള ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ, അതാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിലൊന്നും വേവിച്ചെടുക്കരുത്, ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അത് നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 കിലോ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 600 ഗ്രാമെങ്കിലും നമ്മൾ മേടിക്കണം. എങ്കിലാണ് നമുക്കതിൽ നിന്ന് അതിൻ്റെ തൊണ്ടും അതിൻ്റെ 2 സൈഡും ഒക്കെ കണ്ടിച്ച് കളഞ്ഞ് കഴിയുമ്പോൾ കുറച്ചതിൽ നിന്ന് കുറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു 600 ഗ്രാമെങ്കിലും മേടിക്കണം. അപ്പോൾ കറക്റ്റ് 1/2 കിലോ ഗാജർ ഉണ്ടാവും. അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തിട്ട് ഒരുപാട് നമ്മൾ ആദ്യം ചെയ്ത പോലെ വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നെയ്യൊക്കെ ഒന്ന് കോട്ടായിട്ട് വന്നാൽ മതി എന്നത്. ഒരു 2 to 3 മിനിറ്റ്സ് ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയാൽ മതി. നമ്മൾ മറ്റേത് ചെയ്ത പോലെ ഒരുപാട് നേരം ക്യാരറ്റിനെ നമ്മൾ നെയ്യിലിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് പാലിൽ തന്നെയാണ് വേവിക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പശുവും പാലോ നാളികേരപ്പാലോ യൂസ് ചെയ്യാം. നാളികേരപ്പാലാവുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഓയിലുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി നെയ്യിൻ്റെ ഇത് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം, കുറച്ചും കൂടി ടേസ്റ്റിയാണ്. പക്ഷേ ഞാനിവിടെ പശുവും പാൽ തന്നെയാണ് യൂസ് ചെയ്യണത്. തിളപ്പിച്ച പാൽ തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട്. കാരണം ഞാനൊരു ദിവസം ഇത് അവർ പറഞ്ഞു തന്നിട്ട് ഉണ്ടാക്കിയപ്പോൾ പച്ച പാലിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ആ പാൽ ഒഴിക്കുമ്പോൾ തന്നെ ഈ ക്യാരറ്റിൻ്റെ ചില ക്യാരറ്റിന് പുളിപ്പൊക്കെ ഉണ്ടാവും. ആ പാല് ചെല്ലുമ്പോൾ തന്നെ ഇതങ്ങ് പിരിഞ്ഞു പോയി. പിന്നെ അത് അങ്ങനെ തന്നെ കളയേണ്ടി വരും നമുക്ക്. അതുകൊണ്ട് തിളപ്പിച്ച പാല് വേണം എടുക്കാനായിട്ട്. 1/2 ലിറ്റർ പാല്, ഞാൻ 1/2 കിലോ ക്യാരറ്റിലേക്ക് 1/2 ലിറ്റർ പാലാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അതിൻ്റെ നെയ്യൊക്കെ, പാലിൻ്റെ നെയ്യ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോളൂ. ഇതിനെ മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് എന്താ പറയുക, ഒരുവിധം വലിയ പാത്രം വേണോട്ട് എടുക്കാനായിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാലായതുകൊണ്ട് തന്നെ തിളച്ചിങ്ങനെ മുകളിലേക്ക് കുറച്ച് വരും. അപ്പോൾ ഇത്തിരി വലിയ പാത്രത്തിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യത്തെ 1 മിനിറ്റ് ഇതിനെ ഒന്ന് ഫുൾ ഫ്ലെയിമിലാക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഇത് അധികം ചൂടുള്ള പാലല്ല, തിളപ്പിച്ചിട്ട് കുറച്ച് സമയമായി, അതുകൊണ്ട് പാല് തണുത്തായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് പാലിനൊന്ന് ചൂടാക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പാല് വറ്റണ വരെ മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമുക്കിതിനെ ക്യാരറ്റിനെ വേവിച്ചെടുക്കാം. നമ്മുടെ ക്യാരറ്റ് ഹൽവയുടെ പാലൊക്കെ ഇത്രയായിട്ടുണ്ട്. ആ പാൽ അതിനകത്ത് തന്നെ കിടന്നിട്ട് വറ്റി വരണം. പിന്നെ ക്യാരറ്റ് പിന്നെ അധികം പെട്ടെന്ന് വേവണ ഒരു സാധനം തന്നെയാണ്. എങ്കിലും ആ പാലിൽ തന്നെ കിടന്നിട്ട് അതിങ്ങനെ ആയി വരുമ്പോഴാണ് അത് ക്യാരറ്റ് നല്ല സോഫ്റ്റ് ആവുകയും നല്ല ടേസ്റ്റും ഉണ്ടാവുക. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ മാവ് ചേർക്കാണ്ടാണ് കേട്ടോ അപ്പോൾ തയ്യാറാക്കുന്നത്. മാവ് ചേർക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇവിടെ ആർക്കും ഇഷ്ടമല്ല മാവ് ചേർത്ത് ഉണ്ടാക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു തരി പോലെ ഉണ്ടാവും മാവ് ചേർക്കുമ്പോൾ. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് കഴിക്കുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നും. പക്ഷേ മാവ് ചേർത്തിട്ടാണ് ട്രഡീഷണലി ഈ സാധനം ക്യാരറ്റ് ഹൽവ തയ്യാറാക്കേണ്ടത്. അതാണ് ടേസ്റ്റ് കൂടുതലെന്ന് അതാണ് പറയുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ മാവ് ചേർക്കണില്ല. അപ്പോൾ നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ സ്വീറ്റ് ഉള്ള മാവയും സ്വീറ്റ് ഇല്ലാത്ത മാവയും കിട്ടും. അപ്പോൾ ഒരു അൺസ്വീറ്റഡ് ആയിട്ടുള്ളത് ഒരു 100 ഗ്രാം, 50 മുതൽ 100 ഗ്രാം വരെ ഈ പാലൊന്ന് വറ്റി വരണം ഈ സ്റ്റേജിലൊന്ന് ചേർത്ത് കൊടുത്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വറ്റി നല്ലോണം വരണം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്തെടുക്കണം. അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അടി കട്ടിയുള്ള പാത്രത്തിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇത് നന്നായിട്ട് വറ്റി വരട്ടെ. ഒക്കെ ഒരുവിധം വറ്റി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഞാൻ 1/2 കപ്പിൽ താഴെ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. മധുരം അനുസരിച്ചിട്ട് നിങ്ങൾ കൂട്ടേ കുറയ്ക്കുകയും ചെയ്തോളൂ. പക്ഷേ 1/2 കപ്പിൽ കൂടുതൽ വേണ്ട. കാരണം ക്യാരറ്റും പാലും ഒക്കെ കുറച്ച് മധുരമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ അളവ് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതും ഒന്ന് മെൽറ്റായി നന്നായിട്ട് വറ്റി വരണം. അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ
അതാ ക്യാരറ്റ് ഹൽവ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഈ സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് കാഷ്യൂ ബദാമും കിസ്മിസും ഒക്കെ നമുക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അത് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ തന്നെ നെയ്യോടുകൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതല്ല, നിങ്ങളത് നെയ്യിൽ വറുക്കാണ്ട് പച്ചയാണ് ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരത്തെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനകത്ത് കിടന്ന് വെന്ത് വന്നോളും. അപ്പോൾ നെയ്യ് സെപ്പറേറ്റ് ആയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനകത്തേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2-3 ഏലക്ക പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചറിന് എങ്ങനെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം, ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കിയത് നല്ലോണം ഞാൻ ഡ്രൈ ആക്കി എടുത്തായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു രീതിയിലാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിരുന്ന് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആകും കേട്ടോ. നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും ഒന്നുകൂടി ഡ്രൈ ആവുന്നതാ, ഇങ്ങനെ സ്പൂണുമേന്ന് ഇങ്ങനെ വീഴുന്ന രീതിയിൽ കേട്ടോ. ഇവിടെ ഗാജർ ഹൽവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 റെസിപ്പി ഞാൻ ഇതിൻ്റെ തന്നെ 2 രീതിയിൽ ചെയ്യണതാണ് തയ്യാറാക്കിയിട്ടേക്കണത്. അപ്പോൾ 2 നല്ല ടേസ്റ്റാണ്. അപ്പം മാവ ഞാൻ ചേർക്കാതിരുന്നതിൻ്റെ വേറൊരു കാരണം കൂടിയുണ്ട്. ഞാൻ ഈ ലാസ്റ്റ് റെസിപ്പിയിൽ മാവ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ ഭയങ്കര സ്വീറ്റ് കർവിങ്സ് ഉള്ള ഒരാളാണ്. അപ്പോൾ അവൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് അവൾക്ക് ഇത് ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മാവാന്ന് കേൾക്കുമ്പോൾ അവൾ മാങ്ങാന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ ക്യാരറ്റ് ഹൽവയിലേക്ക് എങ്ങനെ മാങ്ങ ഇടാമെന്ന് അവൾക്കൊരു ഡൗട്ട് തോന്നി. അപ്പോൾ അവളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഇല്ല മാവ് ഇല്ലാണ്ട് തയ്യാറാക്കാം. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ഇടാൻ പറഞ്ഞു. അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് ഞാനിത് മാവില്ലാണ്ട് തന്നെ ഉണ്ടാക്കി കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.